ഹൈ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദി സീറോസ് ആൻഡ് വെരിഫൈ ദി റിലേഷൻ. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ സീറോസ് ഫസ്റ്റ് കാണണം. അപ്പോൾ നമുക്ക് അറിയാം, സീറോസിനെ നമ്മൾ എന്ത് പറയും, ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറയും അല്ലേ. അഥവാ എക്സിൻ്റെ നമുക്ക് ക്വാഡ്രാറ്റിക് ഈക്വേഷൻ ആകുമ്പോൾ 2 വാല്യൂസാണ് കിട്ടുക. ആ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സിൻ്റെ വാല്യൂസിന് ഒരു വാല്യൂ ആൽഫ, ഒരു വാല്യൂ ബീറ്റ എന്ന് പറയും. ഓക്കെ, സോ ഇപ്പോൾ ആ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, സ്പ്ലിറ്റ് ദി മിഡിൽ ടേം ഫാക്ടറൈസ് ചെയ്യാൻ സ്പ്ലിറ്റ് ദി മിഡിൽ ടേം യൂസ് ചെയ്തിട്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് അല്ലേ. എന്താണ്, നമുക്കിവിടെ ഫസ്റ്റ് 6 × -3 ദാറ്റ് ഈസ് -18 ആണ് പി ഇൻറ്റു ക്യൂ. അഥവാ നമുക്കിത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഈ -7x എന്നുള്ളത് ഇവിടെ മാറിയിട്ട് ഇവിടെ വേറെ 2 ടേംസ് ആയിട്ട് വരണം അല്ലേ. ഇവിടെ 2 ടേംസ് വരും. സോ ഇപ്പോൾ ഈ 2 ടേംസ് എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ആ 2 ടേംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിതാ ഇവിടെ കിട്ടുന്ന 6 × -3 -18 അതുപോലെ ആ 2 സിയും ഇവിടെയുള്ള പിയും ക്യൂവും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -7 കിട്ടണം. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് -18 ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണ്. സോ ഇപ്പോൾ നമുക്കറിയാം 1 × 18 എന്ന് പറഞ്ഞാൽ -18 ആണ്. പക്ഷേ എങ്കിൽ ഇവിടെ -7 ഇത് ആഡ് ചെയ്താലും സബ്സ്ട്രാക്ട് ചെയ്താലും എന്തായാലും നമുക്ക് -7 കിട്ടില്ല. ഇനിയുള്ളത് എന്താണ്, 9ഉം 2ഉം ആണ്. 6ഉം 3ഉം നമ്മൾ ആഡ് ചെയ്താലും സബ്സ്ട്രാക്ട് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യില്ല, -7 കിട്ടില്ല. പിന്നെയുള്ള ഫാക്ടേഴ്സാണ് ഇവിടെ നോക്കിയാൽ 9ഉം 2ഉം. അപ്പോൾ ഇവിടെ നമ്മൾ 9ൽ നിന്ന് 2 പോയാൽ 7 ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ എന്താണ്, -7ഉം -18ഉം ആണ് അല്ലേ. സോ ഇപ്പോൾ ഇവിടെ രണ്ടിലും ഏതിനെങ്കിലും ഒന്നിന് നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ മാത്രമേ -18 കിട്ടുള്ളൂ. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ -7 എന്നുള്ളത് കൊണ്ട് ഗ്രേറ്റർ ഡിജിറ്റിന് മൈനസ് സൈൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിയേ, -9 × 2 ഈസ് -18 ആൻഡ് -9 + 2 എന്ന് വെച്ചാൽ എന്താണ്, സൈൻസ് ചേഞ്ച് ആയിട്ട് വന്നിട്ട് ആഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഗ്രേറ്റർ ഡിജിറ്റിൽ നിന്ന് സ്മോളർ ഡിജിറ്റിന് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് ഗ്രേറ്റർ ഡിജിറ്റിൻ്റെ സൈൻ എന്താണോ ആ ഒരു സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് -7. സോ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 9x എന്ന് പറയുന്നതും -9xും ക്യൂ എന്ന് പറയുന്നത് 2x ആണ് എന്ന് മനസ്സിലായില്ലേ. സോ ഇപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യാണ്, ഈ 6x² ഇവിടെ ഇതേപോലെ ഇട്ടു, -3 ഇവിടെ ഇതേപോലെ ഇട്ടു, ബാക്കി സെൻറ്ററിൽ നമ്മളിതാ ഇവിടെ കൊണ്ടുവച്ച് -9ഉം 2ഉം മാറ്റിയിട്ടിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു പോളിനോമിയൽ നമ്മൾ ഫോം ചെയ്തു. ഓക്കെ, സോ ഇപ്പോഴാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നേരത്തെ 3 ഉണ്ടായിരുന്നു, ഇപ്പോൾ നമുക്ക് 4 ടേംസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ 4 ടേംസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 2 നെക്സ്റ്റ് 2. സോ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, കോമൺ ആയിട്ടുള്ളത് പുറത്തെടുക്കുക. സോ ഫസ്റ്റ് ഇത് രണ്ടും എടുക്കുക. ഇത് രണ്ടൊന്നും കോമൺ ആയിട്ട് പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നോക്കിയാൽ ഇപ്പോൾ ഇവിടെ 6 ഉണ്ട്. 6ന് നമുക്ക് എന്ത് പറയാം, 2 × 3 എന്ന് പറയാം അല്ലേ. ഇവിടെ 9 ഉണ്ട്. 9ന് നമുക്ക് എങ്ങനെ പറയാം, 3 × 3 എന്ന് പറയാം അല്ലേ. സോ ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മളിവിടെ രണ്ടിലും 3 ഉണ്ട്. അപ്പോൾ 3നെ ഫസ്റ്റ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. ആൻഡ് ഇവിടെ x², ഇവിടെ ഒരു x. സോ ഇപ്പോൾ ഇവിടെ 2x ഉണ്ട്, ഇവിടെ ഒരു x ഉണ്ട്. സോ നമുക്ക് എക്സിനെയും കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ 3x എന്ന് കിട്ടി. ഇനി ബാക്കി ഇവിടെയുള്ള 2ഉം 2xൽ ഒരു x മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ. സോ ഒരു x ബാലൻസ് ഇവിടെ ഉണ്ട്. സോ 2x ഇവിടെ ഉണ്ടാകും. ഇവിടെയോ, ഇവിടെ 3 ഒന്ന് പുറത്ത് വന്നു, ബാക്കി ഒരു 3 മാത്രം ഇവിടെ ഉണ്ടാകും. x ഓൾറെഡി പുറത്ത് വന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈ ബ്രാക്കറ്റിൽ എന്താണോ വരുന്നത് അത് തന്നെ വേണം നമുക്ക് ഈ ഒരു ബ്രാക്കറ്റിലും വരാൻ. സോ 2x - 3 എന്നാണ് വേണ്ടത് അല്ലേ. സോ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ 2x - 3 എന്ന് വരണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ആരെ പുറത്തെടുത്താൽ മതി, +1നെ. സോ +1 പുറത്തെടുക്കുമ്പോൾ ഇവിടെ ഏതൊരു ചേഞ്ചും ഇല്ലാതെ നമുക്ക് കറക്റ്റ് ഇതേപോലെ തന്നെ കിട്ടും അല്ലേ. സോ ഇപ്പോൾ ഈ 2 ബ്രാക്കറ്റിലുള്ള സെയിം 1 അതിന് നമ്മളൊരു ഫാക്ടറായിട്ട് എഴുതി. എഗെയിൻ ഇവിടെയുള്ള 3x + 1 എന്നുള്ളതിന് ഇനിയൊരു ഫാക്ടറായിട്ട് എഴുതി. സോ ഇപ്പോൾ ഇവിടെ x മാത്രം മതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, 3x + 1 = 0. ഇവിടെയും 2x - 3 = 0 എന്ന് എഴുതിയിട്ട് എക്സിന് നമുക്ക് എങ്ങനെ കിട്ടും, എക്സിന് +1 ഈക്വൽ സൈനിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ -1 ആകും. 3 മൾട്ടിപ്ലിക്കേഷനിലാണ്. സോ ട്രാൻസ്പോസ് ആകുമ്പോൾ ഡിവിഷനിൽ 3 ആകും. ഇവിടെയും സെയിം 3/2 ആയിട്ട് കിട്ടും. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ളതുകൊണ്ട് ട്രാൻസ്പോസ് ആകുമ്പോൾ +3 ആകും. ഇവിടെ ഡിവിഷനിലേക്ക് 3/2 എന്ന് വരും. ഓക്കെ, സോ ഇപ്പോൾ ഇതാണ് നമ്മുടെ ആൽഫ ആൻഡ് ബീറ്റ. ഓക്കെ ആണല്ലോ. ഇതിൽ ഒന്ന് നമ്മുടെ ആൽഫ എന്ന് പറയും, ഇനി ഒന്നിനെ നമ്മൾ ബീറ്റ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്യുക, റിലേഷൻ ചോദിച്ചാൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ആൽഫ + ബീറ്റ അഥവാ സം ഓഫ് സീറോസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ്, ഇത് രണ്ടുമാണ് നമ്മൾ റിലേഷൻ ചോദിച്ചാൽ ചെയ്യേണ്ടത് തന്നെ. ഓക്കെ, സോ ഇപ്പോൾ സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, -b/a. സം ഓഫ് സീറോ ഈസ് -b/a ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോ ഈസ് c/a. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് -b/a എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ബിയും എയും കിട്ടുക, നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടല്ലോ, ക്വസ്റ്റ്യന് കറക്റ്റ് ഓർഡർ ചെയ്ത് എഴുതുക. ഓർഡർ ചെയ്ത് എഴുതിയതിന് ശേഷം കണ്ടോ, ഇവിടെ ഓർഡർ തെറ്റിയിട്ടാണുള്ളത്. നമ്മൾ ആൻസർ എടുത്ത് എഴുതിയപ്പോൾ സൊല്യൂഷൻ എഴുതുന്ന സമയത്ത് ഓർഡർ കറക്റ്റ് ചെയ്ത് എഴുതി. ഓർഡർ കറക്റ്റ് ചെയ്ത് എഴുതിയ ഇതിൽ നിങ്ങൾ നോക്കുക, ഇവിടെ ഏതാണ് ഫസ്റ്റ് വൺ, a x²
പ്ലസ് ബി എക്സ് പ്ലസ് സി, ഇതാണ് നമ്മുടെ ജനറൽ ഫോം അല്ലേ. സോ ഇപ്പോൾ ഇവിടെ ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. സൈന് മൈനസ് സൈൻ ആണെങ്കിൽ ആ സൈനോടെ ചേർത്ത് വേണം നിങ്ങൾ പറയാൻ കേട്ടോ. സോ ഇപ്പോൾ ഇവിടുത്തെ മൈനസ് ബി ഏതാണെന്ന് നോക്കിയാൽ നിങ്ങൾ ബി ഇതാ ഇവിടെയുള്ള ഈ -7 ആണ്. സോ -7. സോ മൈനസ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് ബി -7 ആണ്. ഇതിന് മുമ്പ് ഇവിടെ ഒരു ഫോർമുലയിൽ മൈനസ് ഇല്ലേ, ആ മൈനസിന് നമ്മൾ മുമ്പ് ഇട്ട് കൊടുത്തു. ഓക്കെ, സോ ഇപ്പോൾ എ എന്താണെന്ന് നോക്കിയാൽ 6 അല്ലേ. സോ എ 6 എന്നിട്ട് കൊടുത്താൽ നമുക്ക് 7/6 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് അവിടെയുള്ള ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. എന്താണ് ആൽഫ? -1/3, ബീറ്റ is 3/2. സോ ഇപ്പോൾ ഇവിടെ ഫ്രാക്ഷൻസിനെ നമ്മൾ ആഡ് ചെയ്യുകയാണല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് LCM എടുത്തിട്ടാണ് ചെയ്യുക. സോ ഇവിടുത്തെ LCM എങ്ങനെ എടുക്കുക? 3യും 2 ആകുമ്പോൾ 6 കോമൺ ആയിട്ട് LCM ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? -2 + 9, 3 3s are 9, 3 2s are 6 എന്ന് പറഞ്ഞിട്ട് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് 7/6. ആൻഡ് ഇവിടുന്ന് കറക്റ്റ് ഇതിന് ശേഷമാണ് നമ്മൾ ചെയ്ത് വരുന്നത് കേട്ടോ. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ -2 + 9 എന്ന് പറയുമ്പോൾ 7/6, ഇവിടെയും പോസിറ്റീവ് 7/6. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? AB is equal to C/A. ഇതാണ് നമ്മൾ നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, LHS is equal to RHS നമ്മൾ പ്രൂവ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ആൽഫ ഇൻറ്റു ബീറ്റയാണ്. സോ -1/3 × 3/2. സോ ഇപ്പോൾ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ -1 × 3 is -3, 3 2s are 6. സോ ഇതും നമ്മൾ സെറ്റ്. ഇനി ഇവിടെയോ? ഇവിടെ നമുക്ക് C/A ഓൾറെഡി അറിയാം. സി എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? -3 അല്ലേ. സോ -3 അതേപോലെ ഇവിടെ ഇട്ടു. എ എന്താണ് തന്നിട്ടുള്ളത്? +6. സോ +6ഉം അതേപോലെ ഇട്ടു. സോ -3/6 ഇവിടെയും കറക്റ്റ് -3/6. സോ എന്താണ്? സം ഓഫ് സീറോസ് എന്ന് പറയുന്നതും പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് നമുക്ക് ഈക്വലായിട്ട് ഇത് രണ്ടും ഈക്വലായി. സോ നമ്മൾ എന്ത് ചെയ്തു? വെരിഫൈ ചെയ്തു. ഇതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, സീറോസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കിതാ ഇവിടെയുള്ള ഈ ബിയും എയും -ബിയും ഡിവൈഡഡ് ബൈ എ എന്നുള്ള ഒരു ഈക്വേഷന് കറക്റ്റായിട്ട് ഇതിന് ആൻസർ കിട്ടുന്നുണ്ട്. എഗെയിൻ നെക്സ്റ്റ് ആൽഫ ഇൻറ്റു ബീറ്റ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെയുള്ള അല്ലേ സിയും എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. സിയും എയും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. സോ ഇതാണ് നമ്മളിതിൽ പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ റിലേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് മക്കൾ എന്താ ചെയ്യുക? ഈ ഒരു ആൽഫ പ്ലസ് ബീറ്റ ഈ ഒരു ഈക്വേഷനൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് വെക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി 1/α + 1/β എന്നുള്ള സംസൊക്കെ ചെയ്യുക. ഓക്കെ, സോ ഇതുപോലെ കുറേ എണ്ണമുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുക ഇവിടുത്തെ ബേസ് വെച്ചിട്ടാണ്. സോ ഇത് നന്നായിട്ട് ക്ലിയർ ചെയ്യണം. ഓക്കെ.